പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഞങ്ങൾ ചില പ്രോജക്റ്റുകൾക്ക് വേണ്ടിയും ചില പോംവഴികൾക്ക് വേണ്ടിയും ജീവിതത്തിലെ ചില പ്രയാസങ്ങൾ, സാമ്പത്തിക വിഷയങ്ങളായാലും മറ്റു വിഷയങ്ങളായാലും മാറുന്നതിന് വേണ്ടി സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ, നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ ഇന്ന് പരിശുദ്ധാത്മ നിറയട്ടെ. സുന്ദര മാതാവ് സമയത്തിനധികമായ പരിശുദ്ധ അമ്മ കൃപാസന മാതാവ് ഇന്ന് നിങ്ങളുടെ കൂടെ യാത്രയാവുകയും നിങ്ങളുടെ കൂടെ വരികയും ചെയ്യട്ടെ. നിങ്ങൾക്ക് സംസാരിച്ച് ഒതുക്കാൻ പറ്റാത്ത വിഷയങ്ങൾ, നിങ്ങൾ സംസാരിച്ചാൽ ശരിയാകത്തില്ലെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ കർത്താവ് തന്നെ മറുപക്ഷത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവേ, കൃപ വന്ന് പെട്ടിരിക്കുന്ന വഴികൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ, പല വിഷയങ്ങളെക്കുറിച്ചും ഏത് ജോലിക്ക് പോകണം, ഏത് നാട്ടിൽ പോകണം, ഏത് രാജ്യത്ത് പോകണമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, എന്ത് പഠിക്കണമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ, അവർക്ക് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് പുതിയ തീരുമാനം എടുക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ രോഗപീഠകൾ, വേദന രോഗങ്ങൾ, മറ്റ് വ്യക്തികളുമായിട്ടുള്ള വഴക്കുകൾ, കേസുകൾ, കോടതി കേസുകൾ, പോലീസ് കേസുകൾ, ഇൻ്റർവ്യൂകൾ, ടെസ്റ്റുകൾ, പരീക്ഷാ ഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കാൻ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഞാൻ നിങ്ങളെ യേശുനാമത്തെ ആശീർവദിക്കുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് അടിമനസ്സിലെ അവിശ്വാസം എന്നുള്ള. അടിമനസ്സിലെ അവിശ്വാസം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ഈ ദിവസങ്ങൾക്ക് കൈകാര്യം ചെയ്തിരിക്കുന്ന രശ്മി തോമസിൻ്റെ സാക്ഷ്യങ്ങളിൽ ഒരു കാര്യം അടിമനസ്സിലെ അവിശ്വാസമാണ്. ഇവർക്ക് 27 വർഷമായിട്ടുള്ള നടുവിന് രോഗമാണ്. ഭയങ്കര വേദനയാണ്. അവർക്ക് പള്ളിയിൽ പോകാൻ പോലും പ്രയാസമാണ്. പക്ഷേ അവർ രാത്രി വേദനയ്ക്ക് എങ്ങനെയെങ്കിലും ആശുപത്രിയിൽ പോയാൽ മതി എന്ന് വിചാരിച്ചുകൊണ്ട് അവർക്ക് ഇഴഞ്ഞാണ് അവർ വാഷ്റൂമിൽ പോണത്. തിരിച്ചു ഇഴഞ്ഞ വരുന്നത്. അപ്പോൾ അവർ സൈക്കിളിൻ്റെ ഭർത്താവിനെ വിളിക്കും, ഇതൊക്കെ എങ്ങനെയാണ് ആശുപത്രിയിൽ പോകണമെന്ന് പറയും. അയാൾ വരുമ്പോൾ താമസിച്ചു പോകും, അത് 11 മണിയാവും. അപ്പോൾ അദ്ദേഹം പറയും, നമുക്ക് പോയാലോ എന്ന് പറയുമ്പോൾ അവിടെ പറയും, ഇനിയിപ്പോൾ ഡോക്ടർമാരൊന്നും നല്ല ഡോക്ടർമാരൊന്നും കാണത്തില്ല, രാവിലെ പോകാം. അപ്പോൾ അവർക്ക് ബോധം വന്നത്, എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ഉടമ്പടി തൈലം
തേച്ചാണ് അവരുടെ രോഗങ്ങളിൽ നിന്നെല്ലാം അവർ മോചിതരാകണത്. കുട്ടികളും പോയി സ്വന്തമായിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് ഉടമ്പടി തൈലം തേക്കാൻ പറ്റാത്തത്? നിങ്ങൾക്കറിയാമല്ല, ഉടമ്പടി തൈലം എന്ന് പറയുമ്പോൾ ഒരു മരുന്നൊന്നുമല്ല അത്. അതൊരു വിശ്വാസ പ്രയോഗമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവന് മരിച്ചെന്ന് ഉയർപ്പിക്കുകയും ചെയ്യുന്ന ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോഴല്ലേ നമ്മൾ ക്രിസ്തുവിനെ രക്ഷ പ്രാപിക്കണത്. അപ്പോൾ അത് അത്തരം കൊണ്ട് ഏറ്റുപറയുന്ന പോലെ തന്നെ യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റുപറയും ദൈവം മരിച്ചെന്ന് ഉയർപ്പിക്കുന്ന ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ആ വിശ്വസിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വിശ്വാസ പ്രയോഗം നടത്തും. വിശ്വാസ പ്രഖ്യാപനമുണ്ട്, വിശ്വാസം പ്രാർത്ഥനയുണ്ട്. വിശ്വാസം ദൈവസന്നിധിയിൽ പ്രകടിപ്പിക്കുമ്പോൾ അത് പ്രാർത്ഥനയാകും. വിശ്വാസം ജനങ്ങളുടെ മുമ്പിൽ പ്രകടിപ്പിക്കുമ്പോൾ അത് വിശ്വാസം പ്രഖ്യാപനമാകും. വിശ്വാസം ഒരു വ്യക്തിയിലോ ഒരു സാഹചര്യത്തിലോ പ്രയോഗിക്കുമ്പോൾ അത് വിശ്വാസ പ്രയോഗമാകും. ഉപ്പുടമ്പടി തൈലമൊക്കെ യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവം മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തെറ്റാതെ വിശ്വാസ പ്രമാണം ചൊല്ലി കർത്താവെ നിങ്ങൾ കുടുംബങ്ങളിലേക്ക് പോകുവാൻ അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവാൻ എന്ന് പറഞ്ഞ വിശ്വസിക്കുന്ന കൂടെ ഈ അടയാളം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞില്ലേ? മർക്കോസ് 16:17 വിശ്വസിക്കുന്നവരുടെ കൂടെ അടയാളം ഉണ്ടായിരിക്കും. അവർ എന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്ത് കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല, അവർ അതാണ് സംഭവം. അവർ രോഗികളുടെ മേൽ കൈവെക്കും, അവർ സുഖം പ്രാപിക്കും. വിശ്വസിക്കുന്നവർക്ക് കർത്താവ് നൽകുന്ന അടയാളം അതിലൊന്നാണ് രോഗസൗഖ്യം. അപ്പോൾ അത് വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് യേശു കർത്താവാണെന്ന് കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നത് എന്താണ്? യേശു കർത്താവാണെന്ന് അതിനെ കൊണ്ട് ഏറ്റു പറയണം. ദൈവം മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. എന്നിട്ട് അത് പ്രയോഗിക്കുമ്പോഴാണ് വിശ്വാസ പ്രയോഗം. അതിലാണ് ഈ ഉടമ്പടി തൈലമൊക്കെ തേക്കുമ്പോൾ. പക്ഷേ രശ്മി തോമസ് ഈ ഉടമ്പടി തൈലം എന്തുകൊണ്ട് ഞാനിങ്ങനെ ഉണ്ടെങ്കിലും ഞാനിങ്ങനെ ഉടമ്പടിയിൽ ജീവിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ഉടമ്പടി തൈലം അവർ സ്വന്തമായിട്ട് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അവർ വിശ്വാസപ്രമാണം ചെറിയ സ്വന്തമായിട്ട് ഉപയോഗിച്ചു. ആ സെക്കൻഡ് അവർ സൗഖ്യപ്പെട്ടു. ആ സാക്ഷി നമുക്ക് കേൾക്കാം. അവർ നേഴ്സിംഗ് പ്രൊഫസറാണെന്ന് ഓർക്കണം, അല്ല സാധാരണ ലേഡിയല്ല, നേഴ്സുമാരെ പഠിപ്പിക്കുന്ന പ്രൊഫസറാണ്. പക്ഷെ അവരെ ചെയ്യുമ്പോൾ അവർക്ക് സൗഖ്യം വരുന്നതിൻ്റെ കാരണം ഈ മർക്കോസിൻ്റെ 16:17 അവർ രോഗിയുടെ മേൽ കൈവെക്കും, അവർ സുഖം പ്രാപിക്കും. അവരുടെ അത് കൈവെക്കണമല്ല പ്രശ്നം, വിശ്വസിക്കുന്നതിൻ്റെ കൂടെയാണ്. പക്ഷേ വിശ്വസിക്കുമ്പോൾ ഒരു പ്രശ്നമുള്ളത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷേ നമ്മളുടെ വിശ്വാസത്തിൽ ദൈവം അവിശ്വാസം കണ്ടെത്തരുത്. അതൊരു വല്ലാത്ത പ്രശ്നമാണ്. പലരുടെയും വിശ്വാസം ദൈവം, ഇപ്പോൾ ഇവർ തന്നെ ഇത്രയും വലിയ നല്ല ലേഡിയായിട്ട് പോലും അവരൊരു അവിശ്വാസം ഇല്ലായിരുന്ന, അവരുടെ മക്കളൊക്കെ എല്ലാം രോഗപ്പെടുത്തെല്ലാം തേച്ച് സുഖപ്പെടുമ്പോൾ ഇവരെന്തുകൊണ്ടാണ് ചെയ്യാത്തത്? അവർക്ക് ഒരു അവിശ്വാസം ഉണ്ടാകും അതിനുള്ളിൽ. അതിന് ചിലർക്കാണ് ഈ അഭിഷേകം ഉള്ളത്, വിശ്വാസ പ്രയോഗത്തിൻ്റെ അഭിഷേകം ഉള്ളവർക്കാണ് അത് ചെയ്യാൻ എളുപ്പം. വിശ്വാസ പ്രയോഗത്തിൻ്റെ അഭിഷേകം ഉണ്ടാകണം. ദൈവം അവരുടെ പ്രയോഗങ്ങളെ അംഗീകരിക്കണം. അത് നമ്മുടെ വിശ്വാസത്തിൽ ദൈവം അവിശ്വാസം കണ്ടെത്തരുത്. അതുകൊണ്ടാണ് ഈശോ ചോദിക്കുന്നത്, എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുന്നില്ലേ? ലുക്ക 18:8 എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തും. ഭൂമിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലും അമേരിക്കയിലൊന്നും അല്ല, മനുഷ്യൻ്റെ ഹൃദയത്തിലാണ് ഉദ്ദേശിക്കുന്നത്. ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് വെച്ചാൽ ഭൂമി വിശ്വാസത്തിനുള്ളിൽ അവിശ്വാസം ഉണ്ടാകും. അതിപ്പോഴും ഉണ്ടല്ല. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വിശ്വാസത്തിൽ അവിശ്വാസം ഉണ്ടോ എന്ന് നോക്കണം. അത് നിരന്തര ശ്രദ്ധ നമുക്ക് ഉണ്ടാകണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു.
അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇനി അവരെടുത്ത് തരട്ടെ എന്നൊക്കെ പ്രതീക്ഷിച്ച് ഒരു കൊന്തയൊക്കെ ചൊല്ലി ഇങ്ങനെ കയ്യിലൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ പോയാ അകത്ത് പോയി അവരൊന്ന് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞ് നോക്കിയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞ് വിസമൊന്നും ആയിട്ടില്ല, അത് ഇനിയും പ്രോസസ്സാണ്, ചിലപ്പോൾ ഇനിയും ഒരാഴ്ച എടുക്കുന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്തിന് പ്രൈസ് ലോർഡ്. ഞാൻ ഈ കൊന്തം അമ്മയുടെ കൈയായിട്ട് വിചാരിച്ച് അമ്മയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സങ്കടവും ദേഷ്യവും എല്ലാത്തിലും ഇങ്ങനെ കൊന്ത ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ താഴെ ഒരു കാശ്രൂപം, കൃപാസനത്തിൻ്റെ കാശ്രൂപം കിടക്കണം. പ്രൈസ് ലോർഡ്. ഞാൻ ആ കാശ്രൂപം എടുത്ത് കയ്യിൽ വെച്ച് അപ്പോൾ ഞാൻ വിചാരിച്ച് എൻ്റെ അവസ്ഥയെക്കാളും കഷ്ടമാണ് ഈ കാശ്രൂപം കളഞ്ഞാലുള്ള അവസ്ഥ. പ്രൈസ് ലോർഡ്. എൻ്റെ കാശ്രൂപമൊന്നും കളഞ്ഞു പോയിട്ടില്ല. അപ്പോൾ ഒരു കാശ്രൂപം മാതാവ് തന്നു. ഞാൻ എപ്പോഴും എനിക്ക് കാശ്രൂപം ഇവിടെ നിന്ന് എത്ര വേണമെങ്കിൽ വാങ്ങിക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു മാതാവ് തന്നെ കൂടെ ഉള്ളപ്പോൾ പിന്നെ അച്ഛനും ഉണ്ട്, എപ്പോൾ വേണമെങ്കിൽ വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഞാൻ കാശ്രൂപം വയ്ക്കാറില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അമ്മ കാണിച്ചു തന്നാൽ ആ കാശ്രൂപം എടുത്ത് വെച്ചിട്ട് അവിടെ ഇരുന്നോട്ട് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. നമ്മളുടെ പ്രതികൂല സാഹചര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു കുറവ് വരുമ്പോൾ നമുക്ക് വേണ്ടിയില്ല ആദ്യം പ്രാർത്ഥിക്കേണ്ടത്. ഈ അവസ്ഥയിലുള്ള ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കണം. പ്രൈസ് ലോർഡ്. അതിനു വേണ്ടിയിട്ടാണ് ദൈവം ചിലപ്പോൾ നിനക്കിതെല്ലാം അനുവദിച്ച് തരുന്നത്. പ്രൈസ് ലോർഡ്. ഞാൻ അവിടെ നിന്ന് ഈ കളഞ്ഞുപോയ ആളാരായാലും അമ്മ മാതാവേ, അവർക്ക് ആദ്യത്തെ വിസ റെഡിയായി കൊടുക്കണം. അവർ വിസ ചോദിച്ചായിരിക്കും വന്നത്, അവിടെ നിന്ന് കളഞ്ഞു പോയിട്ടുണ്ട്. അത് പോക്കറ്റിലെടുത്ത് വെച്ചിട്ട് നേരെ എയർപോർട്ടിൽ പോയി നെടുമ്പാശ്ശേരി പോയി വെയിറ്റ് ചെയ്ത് അച്ഛൻ വന്ന് അച്ഛനും ശേഷം അച്ഛൻ്റെ മുഖത്ത് നല്ല സങ്കടം, എൻ്റെ മുഖത്ത് സങ്കടമില്ല. അച്ഛൻ പറഞ്ഞ് നമുക്ക് അടുത്ത മാസം പോകാം, എന്നിട്ട് എന്തെങ്കിലും കാരണവശാലേ നമുക്ക് കിട്ടിയ ഞാൻ നേരത്തെ ചോദിച്ചതെന്ന് 20-ാം തീയതി വൈകുന്നേരമെങ്കിലും എത്തിയാൽ മതിയെന്ന്. എവിടെ ഇനി വന്നാൽ തന്നെ ഇനി വെള്ളിയാഴ്ച 18-ാം തീയതി ലിസ്റ്റിലേ വരുള്ളൂ. 18-ാം തീയതി ലിസ്റ്റിൽ വന്ന് എൻ്റെ കൈ കിട്ടുമ്പോൾ 21-ാം തീയതി ആകും. അതിലുണ്ടെങ്കിൽ തന്നെ നടക്കില്ല. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അച്ഛൻ തിരിഞ്ഞ് നോക്കിയിട്ട് പോയി, അച്ഛനകത്ത് കയറിപ്പോയി. ഞാൻ തിരിച്ചു വന്ന് 17-ാം തീയതിയായി. 17-ാം തീയതി അവിടെയും ഇവിടെയും തമ്മിൽ 4.5 മണിക്കൂറുടെ വ്യത്യാസമാണ്. അപ്പോൾ അച്ഛൻ അവിടെ നിന്ന് എന്നെ വിളിച്ചു പറഞ്ഞ് ഞങ്ങൾ എത്തി കേട്ടോ എന്ന്. അപ്പോൾ ഞാനിവിടെ 12 മണിയായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. 18-ാം തീയതി ധ്യാനമാണ്, 12 മണിയായിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ വിഷമിച്ച് മാതാവിനെ നോക്കിക്കൊണ്ടിരിക്കുക. ആ സോഫയിലിരുന്ന് മുമ്പിൽ തന്നെ മാതാവുണ്ട്, പ്രാർത്ഥന പുരിയ, അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. കൊള്ളാം കേട്ടാ, അമ്മയോട് ഇതുപോലെയൊക്കെ സംസാരിക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വൈഫ് അതിൻ്റെ മുമ്പ് എന്നോട് പറഞ്ഞ് ഈ വിസയൊക്കെ റെഡിയാക്കി തന്നെ ഒരു പുണ്യാളനുണ്ട്, സെൻറ്റ് ജോസഫ് കുപ്പിത്തനോ ഞങ്ങളുടെ അവിടെ എയർപോർട്ടിൻ്റെ അടുത്തൊരു പള്ളിയുണ്ട്, സെൻറ്റ് ജോസഫ് കുപ്പിത്തനോ. അതിൻ്റെ തലേദിവസം അവൾ എന്നോട് പറയാം അവിടെ പോയി നമുക്കൊന്ന് നേർച്ചയെടുത്ത് പ്രാർത്ഥിക്കാമെന്ന്. ഞാൻ പറഞ്ഞു അതിന് നടക്കില്ല. പ്രൈസ് ദി ലോർഡ്. അമ്മയാണ് തടഞ്ഞെങ്കിൽ അമ്മ തന്നെ തരണം. എനിക്ക് ഒരു പുണ്യാളനെ എനിക്ക് തരേണ്ടത്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് അമ്മ തടഞ്ഞ അമ്മ തന്നെ തരണമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ പറഞ്ഞ് പോയില്ല അവിടെ. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അമ്മയോട് ഇങ്ങനെ നിൽക്കുക. ഞാൻ എവിടെയും പോയില്ല കേട്ടാ, നീ പേരൊക്കെ പോയി ആര് ചോദിച്ചാലും പറയും ഞാൻ അഹങ്കരിച്ചതാണ്, നീ തടഞ്ഞാണെന്ന് വിചാരിക്കുമെന്ന്. 12:30 മണിയായപ്പോഴത്തേക്കും ഒരു മെയിൽ വന്ന് എവിടെ നിന്ന് എംബസി ഇരുന്ന്. പ്രൈസ് ദി ലോർഡ്. അതിൽ മെയിലിൽ ഇതുവരെ എനിക്ക് തോന്നുന്നില്ല ലോകത്തിലായിരിക്കെങ്കിലും ഇങ്ങനെ ഒരു മെയിൽ വന്നിട്ടുണ്ടാവുന്നു. അവിടെ നിന്ന് മെയിൽ വരെയാണ്, നിൻ്റെ വിസ ഡൽഹി എംബസി ഓഫീസിൽ
ഇന്ന് വന്ന് വാങ്ങിച്ചാൽ ഡൽഹി എംബസി ഓഫീസിൽ ഇരുന്ന് വാങ്ങിക്കാം, നാളെ വന്നാൽ ഡൽഹിയിൽ VHF ഇരുന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് നിനക്ക് വരാൻ സാധിച്ചില്ലെങ്കിൽ നിൻ്റെ റെപ്രസെൻറ്റേറ്റീവിനെ വിട്ട് ഡൽഹി ഇരുന്ന് വാങ്ങിച്ചു. എന്തെന്നാ 12:30 മണിയായി, ഡൽഹിക്ക് എത്താനൊന്നും പറ്റില്ല, ഞാൻ കോയമ്പത്തൂർ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ഉടനെ എൻ്റെ മോനോട് ഫോൺ ചെയ്ത്, എടാ എയർപോർട്ടിലേക്ക് ഒരു വണ്ടി ബുക്ക് ചെയ്യാൻ പറഞ്ഞ്, നീ ഇവിടെ തന്നെ ഉണ്ടാവണം, നീ വരണ്ട, മെയിലൊക്കെ അയക്കാണ്ടെന്ന്. അപ്പോൾ വണ്ടി വന്ന് 5 മിനിറ്റിൽ. ഞാൻ ബാഗെല്ലാം പാക്കഡാണ്. എപ്പോഴും വിശ്വാസത്തിൽ ഒരു കാര്യത്തിന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഒരു മഴ വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കുടയെടുത്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞ പോലെ എല്ലാ സാഹചര്യങ്ങളും നമുക്കെതിരാണെങ്കിലും പെട്ടിയൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിരുന്നു. 5 മിനിറ്റിൽ കാറ് വന്ന് വണ്ടി കയറി. ടിക്കറ്റൊന്നും ബുക്ക് ചെയ്തിട്ടില്ല, ഡൽഹിക്ക് പോകാനുള്ളത്. ഞാൻ പറഞ്ഞു ഡൽഹിക്ക് എത്തുമ്പോൾ 7 മണിയാവും. പ്രൈസ് ദി ലോർഡ്. ഞാൻ വണ്ടി കയറിയിട്ട് ഇവനോട് ടിക്കറ്റ് എനിക്ക് ബുക്ക് ചെയ്ത് എൻ്റെ മൊബൈലിലേക്ക് അയക്കാൻ പറഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ടൊരു എനിക്കൊരു പരിചയമുള്ളൊരു സുഹൃത്തുണ്ട്, ഡിൻഡോ എന്ന് പറഞ്ഞ് ഡൽഹിയിൽ. ഞാൻ അയാളെ വിളിച്ചിട്ട് പറഞ്ഞ് നേരെ എംബസി ഓഫീസിൽ പോയിക്കോ, നിൻ്റെ മൊബൈലിലേക്ക് ഒരു ഓതറൈസേഷൻ ലെറ്റർ ഞാൻ അയക്കേണ്ടെന്ന് പറഞ്ഞ് ഓതറൈസേഷൻ ലെറ്ററും അയച്ച്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഏജൻറ്റിനെ വിളിച്ച് ഫ്ലൈറ്റ് ടിക്കറ്റ് അറേഞ്ച് ചെയ്തപ്പോൾ പറഞ്ഞ് 9:10 ഇനി അയർലൻഡിലേക്ക് ഫ്ലൈറ്റ് ഉള്ളൂ രാത്രി. പക്ഷേ ഇവിടെ നിന്ന് കോയമ്പത്തൂരിൽ കറക്റ്റ് 1.5 മണിക്ക് എത്തണം. എന്ന് വെച്ചാൽ 12:30, 1 മണിക്കൂറിനകത്ത് എയർപോർട്ടിലെത്തണം. അതിന് വേണ്ടി 5 മിനിറ്റിൽ ഞാൻ വണ്ടി അറേഞ്ച് ചെയ്തത്. അപ്പോൾ ആ ഫ്ലൈറ്റിൽ ടിക്കറ്റ് കിട്ടി. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് ടെർമിനൽ 3 മറ്റേ അയർലൻഡിലേക്കുള്ളത് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റാണ്. ടെർമിനൽ 3 അവിടെ പോകണമെങ്കിൽ പുറത്തുകൂടി 5 കിലോമീറ്റർ യാത്ര ചെയ്യണം. അത് 1 മണിക്കൂർ എടുക്കും, പോകാൻ പറ്റില്ല. ഇൻ്റർനാഷണൽ യാത്ര ചെയ്യണമെങ്കിൽ കുറഞ്ഞത് 2-3 മണിക്കൂർ മുമ്പേ എയർപോർട്ടിലെത്തണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഫ്ലൈറ്റിൽ കയറി ഇരുന്ന് ഇവനിക്ക് ഓതറൈസേഷൻ അയച്ചു തന്ന് ഫ്ലൈറ്റിൽ കയറി ഇരുന്നപ്പോഴത്തേക്ക് 3 മണിക്കാണ് ഫ്ലൈറ്റിൽ കയറി. അവിടെ നിന്ന് ഡിൻഡോയുടെ ഫോൺ വന്ന് വിസ കൈ കിട്ടിയെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ പറഞ്ഞ് നീ ടെർമിനൽ 3 വന്ന്. എന്നിട്ട് ഈ ഫ്ലൈറ്റ് ഞാൻ നോക്കുമ്പോഴത്തേക്കും ഈ ഫ്ലൈറ്റ് ഞാൻ ഇവിടെ കോയമ്പത്തൂരിൽ നിന്ന് കയറിയ ഫ്ലൈറ്റ് ടെർമിനൽ 3 തന്നെയാണ് അത് പോയി ഇറങ്ങിയത്. പ്രൈസ് ദി ലോർഡ്. ഇത് 3 തന്നെ ഇറങ്ങിയപ്പോഴത്തേക്കും എനിക്ക് അവിടെ നിന്ന് 10 മിനിറ്റ് മതി ബോർഡിങ് ചെയ്യാൻ. പ്രൈസ് ദി ലോർഡ്. കറക്റ്റായിട്ട് ടെർമിനൽ 3 തന്നെ ഫ്ലൈറ്റ് കിട്ടി, അതിനും ടിക്കറ്റ് കിട്ടി. നേരെ അവിടെ പോയി കയറിയിരുന്ന് 1 മണിക്കൂർ മുമ്പേ ഞാൻ ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറിയിരിക്കുക, ഈ ഇവിടെ അയർലൻഡ് ഫ്ലൈറ്റ്. അടുത്ത ദിവസം ധ്യാനം തുടങ്ങുമ്പോഴത്തേക്കും ഞാൻ സ്റ്റേജിൽ ഞാനും കൂടിയുണ്ട്. അതാണ് അമ്മ മാതാവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാം എതിരായിരിക്കും. നമ്മൾ പ്രതീക്ഷിക്ക പോലും വയ്ക്കാൻ സാധിക്കില്ല, ഹോപ്പ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എല്ലാത്തിനും എതിരായിരിക്കും. ഈ ലോകത്തിൽ ഒന്നിനും ഇതിൽ ആർക്കും ഉത്തരം ഉണ്ടാകില്ല. പക്ഷെ അതിനെല്ലാം നമ്മൾ അമ്മയുടെ കയ്യിൽ, ദൈവത്തിൻ്റെ കയ്യിൽ ഉത്തരവുണ്ട്. അതാണ് ദൈവം കാണിച്ചതിന്. അതിന് കാത്തിരിക്കണം, ദൈവത്തെ ആശ്രയിച്ചിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവ സാന്നിധ്യത്തിലുള്ള ഒരു ബോധ്യം വേണം. സന്തോഷമായിരിക്കുക, പല വിചാരങ്ങൾ ഇല്ലാതിരിക്കുക. ഈശോ പറഞ്ഞ പോലെ, മാർത്തയോട് പറഞ്ഞ പോലെ, പല വിചാരങ്ങൾ ഉണ്ടാകരുത്, ഒറ്റ വിചാരം മതി. ഞാൻ ദൈവത്തിൻ്റെ മുമ്പിലാണ്, എന്നോട് കരുതലുള്ള ദൈവത്തിൻ്റെ മുമ്പിലാണ് ഞാൻ. എൻ്റെ പ്രശ്നങ്ങളെല്ലാം എൻ്റെ ദൈവത്തിനറിയാം. എൻ്റെ ബന്ധം, ദൈവമായിട്ടുള്ള ബന്ധം ഞാൻ ഉറപ്പിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്ന. ഉടമ്പടി വഴി ഞാനും ദൈവമായിട്ടുള്ള ബന്ധം ഉറപ്പിക്കുക, അമ്മ മാതാവിൻ്റെ മധ്യസ്ഥയിൽ. നല്ലൊരു ബോധ്യം വേണം ഉടമ്പടിയെക്കുറിച്ച്. നമ്മൾ ഒരു വഴിപാടായിട്ട് കാണരുത് ഉടമ്പടി. അതൊരു നിലപാടാണ്. ഞാനും ദൈവമായിട്ടുള്ള ഒരു അഗ്രിമെൻ്റാണ്.
ആ ഒരു ബോധ്യം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകണം. എന്താ കാര്യം എന്ന് വെച്ചാൽ, ദൈവം അമ്മമാതാവ് ഇതിൽ സീരിയസ് ആണ്. ചെറുതും വലുതുമായ കാര്യങ്ങളുടെ ഈ ഉടമ്പടിയിൽ അമ്മ വലിയ സീരിയസ് ആയി. അമ്മ ഉടമ്പടി എടുക്കും, പലവരും അത് പാലിക്കാറില്ല. പിന്നെ അത് ഒരു ആത്മാർത്ഥത നമ്മൾ കൊടുക്കാറില്ല പലപ്പോഴും. അതിനൊരു ആത്മാർത്ഥത വേണം, അതൊരു ജീവിതമാണ്. ദൈവമായിട്ട് ജീവിക്കുക, ഉടമ്പടി ഒരു ജീവിതമാണ്. ഒരു 3 മാസത്തേക്ക് അങ്ങനെ ഒന്ന് ജീവിച്ചു നോക്ക്. ദൈവം സീരിയസാണ്. നിങ്ങൾ ഈ ഉടമ്പടി പാലിക്കണം, പ്രാർത്ഥിക്കണം. എന്താ കാര്യമെന്ന് വെച്ചാൽ, ഇന്നലെ ഞാൻ ചെറിയ കാര്യമാണെങ്കിൽ പോലും ഇന്നലെ കോയമ്പത്തൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ലേറ്റായി. അപ്പോൾ ഞാൻ കാറ് സ്റ്റാർട്ട് ചെയ്ത്, അപ്പോൾ ധൃതിക്ക് വീട്ടിൽ വൈഫ് ലേറ്റാണ്, അവൾ ഉടമ്പടി എടുത്തിട്ടുള്ള. അപ്പോൾ ഞാൻ ഹോർൺ അടിച്ചുകൊണ്ട് ധൃതിക്ക് കയറി വന്ന്, എന്നിട്ട് വണ്ടി കുറച്ച് മുമ്പേത്ത് പോയപ്പോഴാണ് പറയണത് നീലത്തിരി എടുത്തില്ലെന്ന് എന്നോട്. അപ്പോൾ ഞാൻ കളിയാക്കി, ഇനി ഒരു 6 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ വണ്ടി നിർത്താം, അവിടെ വെച്ച് നമുക്ക് നീലത്തിരി എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഓൾറെഡി താമസിച്ച് ഇവിടെ എത്തുമ്പോൾ താമസിക്കും. പക്ഷേ ഇവിടെ വന്ന് രാത്രി പ്രാർത്ഥിക്കാനുള്ളതാണ്. ആ ബാഗിലേക്ക് നോക്കുമ്പോഴത്തേക്കും നീലത്തിരി വെച്ചിട്ട് വന്ന സഞ്ചിക്കകത്ത് നീലത്തിരി കിടക്കുക. പ്രൈസ് ദി ലോർഡ്. അത് വെച്ചാൽ പ്രാർത്ഥിച്ച്. ചെറിയ കാര്യമാണെങ്കിൽ പോലും ഇവിടെ വേണമെങ്കിൽ നീലത്തിരി വാങ്ങിച്ച് പ്രാർത്ഥിക്കാം. പക്ഷേ ഞാനതാ മനസ്സിൽ വിചാരിച്ചത്. പക്ഷെ അമ്മ മാതാവ് കൊടുത്ത ആ നീലത്തിരി തീരട്ടെ. അതുപോലെ അമ്മ ഇതിൽ സീരിയസാണ്. നമുക്ക് നല്ലൊരു ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ബോധ്യം വേണം. പിതാവിന് എന്നെക്കുറിച്ച് എന്താ ധാരണ? നമുക്ക് പലവരിക്കും അതില്ലാതെ പോകുന്ന. പിതാവ് ദൈവത്തിന് എന്നോട് എന്താണ്, ദൈവം എങ്ങനെയാണ് എന്നെ കാണുന്നത്? അപ്പോൾ ഇതിലൊരു കാര്യം 1 പത്രോസ് 5:7 ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കുക? അതിൽ 1 പത്രോസ് 5:7 പറയുന്നത്, നീ ഒരിക്കലും ഉത്കണ്ഠപ്പെടരുത്, ഞാൻ നിൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്, നിൻ്റെ കാര്യത്തിൽ എനിക്ക് കരുതലുണ്ട് എന്ന് വെച്ചാൽ ദൈവം അത് സ്പെസിഫിക്കായിട്ട് നമ്മളോട് പറയുകയാണ്. നീ ഒരു കാര്യത്തിൽ ഉത്കണ്ഠപ്പെടണ്ട വെച്ചാൽ നിൻ്റെ ചെറിയ കാര്യങ്ങൾ വരെ ഞാൻ നോക്കി വയ്ക്കുക. അതെങ്ങനെയാണ് നോക്കാൻ സാധിക്കുക? ചെറിയ കാര്യം ഇത്രയും പേരുള്ളപ്പോൾ ഓരോരുത്തരുടെ ചെറിയതും വലുതുമായ കാര്യങ്ങൾ ദൈവത്തിന് എങ്ങനെയാണ് ശ്രദ്ധിക്കാൻ സാധിക്കുക? ഗലാത്യർ 4-ാം അധ്യായം 6-7 പറയുന്നത്, നമ്മ ദൈവത്തിൻ്റെ മക്കളാണ്, മക്കളായതുകൊണ്ട് ദൈവത്തിൻ്റെ മകൻ്റെ ആത്മാവിനെ നമ്മളെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുകയാണ്. അപ്പോൾ ദൈവം വസിക്കുന്നത് വേറെ എവിടെയുമില്ല, നമ്മളെ ഹൃദയത്തിലാണ്. ആ ഒരു ബോധ്യം നമുക്ക് വേണം. ആ ഒരു ബോധ്യം ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് സങ്കടങ്ങളും എൻ്റെ ജീവിതത്തിൽ ഈ കുറവിനെക്കുറിച്ചും ബാധ്യതയെക്കുറിച്ചും നമ്മൾ എപ്പോഴും ഉൾക്കണ്ട നമുക്കുള്ളത്. ആ ഒരു ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ഗലാത്യർ 4:7 പറയുന്നത്, നീ ഇനി എൻ്റെ മക്കളാണ്, ദാസനില്ല. എൻ്റെ മകനുള്ളതെല്ലാത്തിൻ്റെ അവകാശം ദൈവം നമുക്ക് തന്നിരിക്കുക. മക്കളാകുമ്പോഴത്തേക്കും നമുക്ക് ദൈവത്തിൻ്റെ എല്ലാത്തിലും നമുക്ക് അവകാശമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൻ്റെ പുറത്ത് എല്ലാത്തിനും നമുക്ക് അവകാശമുണ്ട്.
അപ്പോൾ ഈ ലോകത്തിനെക്കുറിച്ച് നമുക്ക് പലപ്പോഴും ഉത്കണ്ഠയും പ്രശ്നങ്ങളും, അത് ഒരു കാരണവശാലും അത് ആവശ്യമില്ല. നമ്മൾ ഉടമ്പടിക്ക് വരുമ്പോൾ ആ ഒരു ബോധ്യം വേണം, ദൈവം എന്നിൽ വസിക്കുകയാണ്, ദൈവം എൻ്റെ ഉള്ളിലാണ്. നമുക്ക് പലപ്പോഴും സംശയം വരും, നമ്മൾ തന്നെ ദൈവത്തോട് നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ നമ്മൾ പരീക്ഷിക്കും, ടെസ്റ്റ് ചെയ്ത് നോക്കും.